ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് മൂന്നാറൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് ഒത്തിരി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാറിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒത്തിരി സാധനങ്ങൾ കളക്ട് ചെയ്തു. അപ്പോൾ ചിലത് റയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് കാണാം. ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ, അതായത് മൂന്നാർ മാത്രമല്ല, വട്ടവട, കാന്തല്ലൂർ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ, തമിഴ്നാട് കേരള ബോർഡർ, അപ്പോൾ അവിടേക്ക് പോയ സമയത്ത് കുറച്ചധികം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരെ മൂന്നാർ ചെന്ന് റെസ്റ്റ് എടുത്തതിനൊക്കെ ശേഷം പിറ്റേ ദിവസം നമ്മൾ ആദ്യം പോയത് വട്ടവടയ്ക്കാണ്. വട്ടവടയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത ആ സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവിടെ മെയിനായിട്ടും കൃഷി ചെയ്യുന്നത് ക്യാരറ്റ്, ബ്രൊക്കോളി, അതുപോലെ തന്നെ ബീട്രൂട്ട്, പിന്നെ ഈ ഫാഷൻ ഫ്രൂട്ട്. ഇത് ഫാഷൻ ഫ്രൂട്ടാണ്. നമ്മുടെ ഇവിടെ കാണുന്നത് പോലെയല്ല, നല്ല സ്വീറ്റാണ്. ഇത് പച്ചയായിരിക്കുമ്പോൾ തന്നെ നല്ല സ്വീറ്റാണ്. കാരണം ഞാൻ അവിടെ വെച്ചിട്ട് കഴിച്ച് നോക്കിയായിരുന്നു. പച്ച തന്നെ എടുത്ത് കഴിച്ച് നോക്കി. അവിടെ മെയിനായിട്ട് അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളിലൊന്നാണ് ഈ ഫാഷൻ ഫ്രൂട്ട്. നമുക്കിവിടെ കിട്ടുന്നതിനേക്കാളും നമുക്കിവിടെ കാണുന്നതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായ ഒരു സാധനമാണിത്. മധുരവും കൂടുതലാണ്. ഇത് ബീട്രൂട്ട് നമ്മുടെ ഇവിടെ വരുന്നത് പോലെ തന്നെ, പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ ബ്രൊക്കോളിയും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ അവിടെ നിന്ന് വട്ടവടയ്ക്ക് പോയി 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു യെല്ലോ കളർ ഷെയ്ഡ് ഇതിൻ്റെ ഉള്ളിൽ വന്നതും. നമ്മൾ മേടിക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിരുന്നു. ആ 2 ദിവസം കാറിനകത്താണ് നമ്മളിത് വെച്ചിരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഒരു ചെറിയ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല സാധനമാണ്. അവർ മരുന്നുകളൊന്നും അടിക്കാതെ ഉണ്ടാക്കുന്നതാണ്. അവിടെ ഉള്ള കട്ട് ചെയ്തു. ഇത് നമ്മൾ വട്ടവടയിൽ നിന്ന് മേടിച്ച വെളുത്തുള്ളിയാണ് കേട്ടോ. അതായത് വെളുത്തുള്ളി അവർ ഇത് ഉണക്കാനായിട്ട് കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മേടിച്ച സാധനമാണിത്. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് മേടിച്ചത്, അത് ഞാൻ പറയാം. അതുപോലെ വട്ടവടയിൽ തന്നതാണ്. അവിടെ ഒരു പാട്ടിയെ ഞങ്ങൾ പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ പാട്ടി തന്ന മല്ലിയിലയാണ്, നല്ല ഫ്രഷ്. പാട്ടിയുടെ വീടിന് തൊട്ട് മുറ്റത്ത് കൃഷി ചെയ്തിരിക്കുന്നതാണ് അത്. അതുപോലെ തന്നെ പാട്ടിയുടെ അടുത്ത് നിന്ന് തന്നെ നമ്മൾ ക്യാരറ്റ് നമുക്ക് പിഴുതെടുക്കാൻ പറ്റി. പാട്ടിയുടെ മെയിൻ കൃഷികളാണ് മല്ലിയില, ക്യാരറ്റ്, അതുപോലെ തന്നെ മല്ലിയായിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. മല്ലി നമുക്ക് പൊടിക്കാൻ പാകത്തിനുള്ള മല്ലിയായിട്ടും കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഊട്ടി ഫ്ലവർ, ഊട്ടിയിൽ മാത്രം കാണും. നമ്മൾ ഊട്ടിയൊക്കെ പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന സാധനമില്ലേ ഊട്ടി ഫ്ലവർ. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ ഇവിടെയൊക്കെ പറമ്പിൽ പിടിക്കുന്ന പോലെ അവിടെ ആർക്കും വേണ്ടാത്തൊരു ഫ്ലവറാണിത്. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. ഇത് മാത്രമായിട്ട് കളക്ട് ചെയ്യുന്നത് നമ്മളൊരു ജീപ്പിലാണ് പോയത്. അപ്പോൾ ആ പോയ വഴിക്ക് പുള്ളിക്കാരൻ ഞങ്ങൾ ഇതുള്ള സ്ഥലത്ത് ഇറക്കുകയും അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇത് ഡയറക്റ്റ് എടുക്കാനും പറ്റി. ഞാനും ചിക്കും കൂടി ഇതിങ്ങനെ ഓടിച്ചെടുക്കുമായിരുന്നു. ഇത് നമുക്ക് 6-7 മാസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇത് കേടായി പോകത്തില്ല. നമുക്ക് വീട്ടിൽ ഡെക്കോറേറ്റ് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. അതുപോലെ തന്നെ പിന്നെ അവിടെ നിന്ന് എടുത്തത് വട്ടവടയിൽ നിന്ന് ഇത് സ്ട്രോബെറിയുടെ ക്രഷാണ്. സ്ട്രോബെറിയുടെ ക്രഷ് നമുക്ക് അവിടെ ലോക്കലായിട്ട് അവരുണ്ടാക്കുന്ന സാധനമാണ്. ഇത് പാട്ടി എടുത്തു തന്ന ക്യാരറ്റാണ് കേട്ടോ. അതുപോലെ കുറച്ചധികം ക്യാരറ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് പാട്ടി തന്നതാണ്. അതുപോലെ തന്നെ പിന്നെ അവിടെ നിന്ന് വട്ടവടയിൽ നിന്ന് ഞാൻ കുറച്ച് വിത്തുകൾ, അതായത് ഇതവർ പാക്കറ്റിൽ നമ്മളിങ്ങനെ അവിടെയൊക്കെ കാർഷിക ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവരിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഫാമിന് അടുത്തായിട്ടും ഇങ്ങനെ വിത്തുകൾ പാക്കറ്റിലാക്കി വെച്ചിരിക്കും. ഇത് ഞാൻ ആദ്യം കുറച്ച് മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അല്ലാണ്ട് വിത്ത് വേറെ മേടിച്ചിട്ടുണ്ട്. ഇതങ്ങനെ കുറച്ച് മേടിച്ചതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത്, നമ്മൾ അത് കഴിഞ്ഞിട്ട് പോയത് കാന്തല്ലൂർക്കാണ്. അതായത് മറയൂർ കാന്തല്ലൂർ ഏരിയയിലേക്കാണ് പോയത്. അത് അടുത്ത ദിവസമായിരുന്നു. നമുക്ക് ഒരു ദിവസമായിട്ട് തന്നെ യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളാണ് മറയൂറും കാന്തല്ലൂരും. വട്ടവട മറ്റൊരു ദിവസം പോകണം. അങ്ങനെ 3 ദിവസമായിട്ട് മാത്രമേ മൂന്നാറിൻ്റെ ഈ 3 ഭാഗങ്ങളും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റൂ. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാന്തല്ലൂരിൽ നിന്ന് കളക്ട് ചെയ്ത സാധനമാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഈ വെളുത്തുള്ളി കേട്ടോ. അത് നമുക്കിത് ഇതുപോലെ ഞാൻ അവിടെ ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഉണങ്ങിയതല്ല. ഞാൻ നേരത്തെ കാണിച്ച വെളുത്തുള്ളി ഉണങ്ങിയതാണ്. ഇത് ഉണങ്ങിയതല്ല. ഇതിന് ഞാനിത് ബ്രൈഡ് ചെയ്ത് നമുക്ക് കിച്ചണിൽ അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിക്കോളും. നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ചീത്തായി പോകത്തില്ല. അങ്ങനെ ബ്രൈഡ് ചെയ്തിടുമ്പോൾ നമ്മൾ അല്ലാണ്ട് കൊണ്ടുവച്ചാൽ ഇത് ചീത്തയാവും. അപ്പോൾ നമ്മൾ ബ്രൈഡ് ചെയ്യുന്ന ഞാൻ അല്ലാതെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ എനിക്ക് ഇത് എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ കുറച്ച് മല്ലിയുടെ സീഡുകൾ തന്നിട്ടുണ്ട്. അത് ഫ്രഷ് മല്ലിയാണ്. അത് നമുക്ക് വീട്ടിൽ കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കാന്തല്ലൂർ എത്തുന്നതിന് മുന്നേ ആണ് മറയൂർ ഉള്ളത്. മറയൂർ വഴിയാണ് കാന്തല്ലൂർ എത്തിച്ചേരുന്നത്. അപ്പം മറയൂർന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള
ഇത് മറയൂർ ശർക്കരയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഈ മറയൂർ ശർക്കരയുടെ നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ ഇത് ശർക്കരയായി മാറുന്നത് വരെ, അതായത് കരിമ്പിൻ ജ്യൂസ് മുതൽ ശർക്കരയായി മാറുന്നത് വരെയുള്ള പ്രോസസ്സ് ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടെ വരുന്ന ശർക്കരയെക്കാളും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശർക്കരയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് തന്നെ വ്യത്യസ്തമാണ്. ഇവരിത് കൈ കൊണ്ടാണ് ഉരുട്ടി, ആ കൈയുടെ പാടുകൾ ഈ ശർക്കരയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. കൈയുടെ വിരലിൻ്റെ പാടുകൾ ഈ ശർക്കരയ്ക്കുള്ളിൽ കാണാൻ പറ്റും. അത്രയും ആ ചൂടോടുകൂടി തന്നെയാണ് അവരിത് ഉരുട്ടിയെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് മറയൂർ ശർക്കരയെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് മറയൂരിൻ്റെ ശർക്കര. അതായത് ഈ ഒരു ഫോമിലേക്ക് ആവുന്നതിന് മുന്നേ ശർക്കര പാനി, ഇത് നമുക്ക് കുട്ടികൾക്ക് കുറുക്കിനും അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പാനി. ഈ എൻ്റെ കയ്യിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ചെറി ടൊമാറ്റോസ് ആണ് കേട്ടോ. ഇത് നമ്മൾ മറയൂർന്ന് കാന്തല്ലൂർ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഉള്ള സാധനമാണ് കേട്ടോ. ഇത് വേലിയിലൊക്കെ ആയിട്ട് അവരിങ്ങനെ നട്ടിരിക്കുന്നതൊന്നും അല്ല, കിടന്ന് പൊടിക്കുന്നതാണെന്നാണ് അവിടെ പറഞ്ഞത്. ഞങ്ങൾ അടുത്തൊരു സ്ഥലത്ത് ഊണ് കഴിക്കാൻ ഇറങ്ങിയ സമയത്ത് ആ കടയിൽ ആൾ പറഞ്ഞതാണ് ഇത്. അവിടെ എല്ലാം റോഡിൽ കൂടിയൊക്കെ ഉണ്ടാവും. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞത് നമുക്ക് രസം ഉണ്ടാക്കാനും അതുപോലെ ചട്നി ഉണ്ടാക്കാനും ഒക്കെ നല്ല സാധനമാണ്. അപ്പം ഞാനിത് എടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിത് സീഡ് എടുത്ത് നമുക്ക് കിളിപ്പിച്ച് നോക്കാം, പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് രസവും വെച്ച് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് എടുത്തുകൊണ്ട് വന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ രുചികരവുമാണെന്ന് പറഞ്ഞു. മധുരമാണ് ഇത് കഴിക്കുന്ന സമയം. ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ നല്ല മധുരമാണ്. ഇത് നമ്മൾ വട്ടവടയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇത് ഹണി കോമ്പാണ് കേട്ടോ. നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റും. ഇതൊരു 6 മാസത്തോളം ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം, കേടായി പോയില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുതെന്ന് പറഞ്ഞു, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, അല്ലാതെ തന്നെ ഉപയോഗിക്കാം. ഇത് ഞങ്ങൾ സ്ട്രോബെറിയും വട്ടവടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി നമ്മൾ ഇതിനകത്ത് മുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. സ്ട്രോബെറി അല്ലാതെ കഴിക്കാൻ തന്നെ നല്ല മധുരമാണ്. സ്ട്രോബെറി നമ്മൾ വച്ചിരിക്കാത്തതിന് കാരണം, വെച്ചിരുന്ന ഒരു ബോക്സ് വരുന്ന വഴിക്ക് തന്നെ അത് 2-3 ദിവസം കഴിഞ്ഞാണ് നമ്മൾ വീടെത്തുന്നത്. അപ്പോൾ ചീത്തയാകാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കഴിച്ചു. ബാക്കി വച്ചിരുന്ന സാധനം നമ്മളെ ഡിക്കിയുടെ ഏറ്റവും അടിയിലായിരുന്നു. ആ സമയത്ത് അത് ഇവിടെ എത്തിയപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അത് ചീത്തായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ദിവസം കാറിൻ്റെ ഉള്ളിൽ ഇരുന്നതല്ലേ. അത് കാരണം തന്നെ ആ ഒരു ബോക്സിൽ കുറച്ചുണ്ടായിരുന്നു, അത് വേസ്റ്റ് ആയി പോയി. ഇത് നമ്മൾ ടീ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് അവിടെ തന്നെ ഔട്ട്ലെറ്റുകളുണ്ട്, അവിടെ നിന്ന് മേടിച്ചതാണ് ഇത് ടീ കേട്ടോ. അതുപോലെ തന്നെ ഈ കോഫി നല്ല സ്മെല്ലാണ് ഇതിന്. അവർ നമുക്ക് സ്മെല്ല് ചെയ്യാനായിട്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കി, നല്ല സ്മെല്ലാണിത്. അതുപോലെ ഇത് സ്ട്രോബെറിയുടെ ക്രഷ്. ഇത് മൂന്നാർ മാത്രമേ കിട്ടൂ, ഇത് വേറെ എങ്ങും നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇത് മൂന്നാർ മാത്രമുള്ള സാധനമാണ്. ഇത് ചേട്ടൻ ഇങ്ങനെ വർക്കിനൊക്കെ പോകുമ്പോൾ മൂന്നാറൊക്കെ ധാരാളം പോകാറുണ്ട്. ആ സമയത്ത് നമുക്ക് എപ്പോഴും ഇത് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വലിയ ഇഷ്ടമുള്ള സാധനം കൂടിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. സ്ട്രോബെറി ജാമാണ്. സ്ട്രോബെറി അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്ലോസ് കാണിക്കുമ്പോൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ സ്ട്രോബെറി ഇങ്ങനെ കിടക്കുന്നത് കാണുന്നില്ലേ? ഇതിൻ്റെ ഉള്ളിൽ സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറിയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ കിടക്കുന്ന കാണാം. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, ഡയറക്റ്റ് അല്ലാണ്ട് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് സ്ട്രോബെറി. ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഇത്. പിന്നെ ആരോടും പറഞ്ഞു തരണ്ടല്ലോ, മൂന്നാർ ഭാഗത്തൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനം. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് എന്ന് പറയുന്നത് ഒരു ആട്ടിൻകാലം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ആട്ടിൻകാലിനോട് സാദൃശ്യമുള്ള, ആടിൻ്റെ കാലിനോട് സാദൃശ്യമുള്ള ഒരു കിഴങ്ങാണിത്. ഇത് ഉണ്ടാവുന്നത് വലിയ പാറക്കെട്ടുകളിലും അതുപോലെ തന്നെ വലിയ വൻ വൃക്ഷങ്ങളിലുമാണ് ഇത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയൊന്നും ഇത് കിട്ടില്ല. ഇത് ഞങ്ങൾക്ക് കിട്ടിയത് തമിഴ്നാട് ബോർഡറാണ്. തമിഴ്നാടാണ് ബോധിമേട് വരുന്നത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ഞങ്ങളിത് മേടിച്ചത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഇത് നമുക്ക് ആട്ടിൻ്റെ സൂപ്പ് കുടിക്കുന്ന അതേ ഗുണം ശരീരത്തിൻ്റെ മുട്ടുവേദനയ്ക്കും നടുവേദനയ്ക്കും ശരീരത്തിൻ്റെ ഒത്തിരി അസുഖങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് മട്ടൻ്റെ സൂപ്പ് എൻ്റെ ടേസ്റ്റിനോട് സാദൃശ്യമുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന കിഴങ്ങാണ്. അപ്പോൾ ഇത് ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കി ഇത് ഒരു 10 ദിവസമെങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അവിടെ ഉള്ള ലോക്കൽ ആൾക്കാരോട് സംസാരിച്ച്, അവിടെ ആ ഒരു സ്ട്രീറ്റിൽ ഇത് ഒത്തിരി സ്ഥലത്ത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഉള്ള ആൾക്കാർ തന്നെ മേടിക്കുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് സൂപ്പും കിട്ടും. ഇത് നമുക്കിവിടെ വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ബീൻസിൻ്റെ സീഡാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് മൂന്നാർ ഒരു ഷോപ്പിൽ മേടിക്കാൻ കിട്ടും ഈ സീഡുകളെല്ലാം. അപ്പോൾ അത് ഏത് ഷോപ്പിലാണെന്ന് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ അറിയാം ഞാനിത് എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.